ഞാനിന്ന് വന്നിട്ടുള്ളത് മൾക്കിണറാണ്. ഞാൻ വയലിൻ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ വയലിൻ ക്ലാസ്സിന് തൊട്ട് എടുത്താണ് മൾക്കിണറുള്ളത്. അപ്പോൾ ഇതൊന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ മണിക്കിണർ എന്താണെന്നുള്ളത് ഇവിടെ ഒരു ബോർഡ് നമുക്ക് തന്നിട്ടുണ്ട്. മാമാങ്കത്തിൽ മരണപ്പെടുന്ന വള്ളുവനാട്ടിലെ ചാവേറുകളെ കൂട്ടത്തോടെ സംസ്കരിച്ചിരുന്ന കിണർ എന്ന് പറയപ്പെടുന്നു. മൃതദേഹങ്ങൾ കൂട്ടത്തോടെ മണിക്കിണറിലേക്ക് ആനകളെ കൊണ്ട് ചവിട്ടി നിരത്തുകയായിരുന്നു എന്നാണ് ഐതിഹ്യം. ഇങ്ങനെയാണ് ഈ ബോർഡിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ മാമാങ്കത്തെ കുറിച്ച് ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ ഇനി നമുക്ക് ഈ മണിക്കിണർ ഒന്ന് ചുറ്റി കാണാം. അപ്പോൾ ഇതാണ് മണിക്കിണർ. അത് കാണുമ്പോൾ തന്നെ ചെറിയ പേടിയുണ്ട്. എന്താ വെച്ചാൽ മാമാങ്കത്തിലെ വള്ളുവനാട്ടിലെ ആൾക്കാരൊക്കെ കൊന്ന സ്ഥലമായതുകൊണ്ട് ചെറിയ പേടിയുണ്ട്. നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ സ്റ്റെപ്പുകളാണ് ഇവിടെ കുറച്ച്. അപ്പോൾ ഇവിടെ മാമാങ്കത്തോട് ബന്ധപ്പെട്ട് സന്ദർശിക്കേണ്ട മറ്റു മാമാങ്ക സ്മാരകങ്ങളിൽ നമുക്ക് ഒരു ചെറിയ ബോർഡ് പോലെ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് നിലപാടുതറയാണ്, രണ്ടാമത്തേത് മരുന്നറ, മൂന്നാമത് പഴുക്ക മണ്ഡപം, 4 പള്ളിക്കളരിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇവിടെ എടുത്തൊക്കെ ആയിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ മണിക്കിണർ. ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ എടുത്തത്. ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടിട്ടുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.